പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിത വ്യഗ്രത വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നശിച്ചു പോകുന്ന ഈ ലോക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ രാപകൽ കഷ്ടപ്പെടുന്നത്. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ സാധാരണ രീതിയിൽ ചിന്തിക്കാറ് പോലും ഇല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. അപ്പം നിത്യജീവൻ ലക്ഷ്യമാക്കിയാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നോ? ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ നമ്മുടെ നിത്യമായ ജീവിതം, ദൈവത്തോട് ഒത്തുള്ള ജീവിതം, അത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോരാനാണ് യേശുനാഥൻ വീണ്ടും വരുന്നത്. 1 യോഹന്നാൻ 2:17 തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ആണ് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-22 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ യാക്കോബ് ശ്ലീഹ അത് വ്യക്തമായി പറയുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകുവിൻ എന്ന്. അപ്പോൾ വചനം കേട്ടതുകൊണ്ട് കാര്യമില്ല, വചനം അനുസരിച്ച് നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.